ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമും കൂടി 7 ആകാശങ്ങളും കടന്നൊരു യാത്ര പോയി. മിഅ്റാജിന്റെ യാത്രയല്ല, മറ്റൊരു യാത്ര. പലപ്പോഴും നബി തങ്ങൾ അത്തരത്തിൽ യാത്ര ചെയ്തതായിട്ട് ഹദീസുകളിൽ കാണാം. ആ യാത്രയിൽ അവിടുന്ന് വലമ്മ അറജ ബി ഇല സമാഇ സാദിസ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അവിടുന്ന് ഒരു 6ാമത്തെ ആകാശം കടന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ഒരു ഖുബ്ബത്തുൻ ബൈദാ, വെള്ള കുബ്ബയുള്ള ഒരു കൊട്ടാരം കാണാൻ ഇടയായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട്, ആരും കൊതിക്കുന്ന ഈ മഹത്തായ കൊട്ടാരം, ഈ കുബ്ബയുള്ള ഈ കൊട്ടാരം ആർക്കുള്ളതാണ് ജിബ്രീലേ എന്ന്. മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുത്ത് നബി തങ്ങളോട് മറുപടി പറഞ്ഞത്, ലിമൻ സല്ലൽ ഇശാ, ആരെങ്കിലും ഒരാൾ ഇശാ നിസ്കാരം നിർവഹിച്ചു, ഇശാ നിസ്കരിച്ച ശേഷം വഖാല ബഅദഹ, അതിനുശേഷം അവൻ പറയുകയും ചെയ്തു, യാ ആലിമു ഖഫിയത്തി ഇഗ്ഫിർ ലി ഖതിയതി, യാ ആലിമു ഖഫിയത്തി ഇഗ്ഫിർ ലി ഖതിയതി എന്ന് 70 മറത്തൻ 70 തവണ അവൻ പറയുകയും ചെയ്താൽ ആ വ്യക്തിക്ക് നൽകാൻ വേണ്ടിയിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പണിതു വെച്ചിരിക്കുന്ന മഹത്തായ കുബ്ബയുള്ള കൊട്ടാരമാണ് ഈ കാണുന്നത് എന്ന് ഹബീബായ നബി തങ്ങൾക്ക് മറുപടി കൊടുത്തു. നോക്കുക എത്ര മഹത്വമുള്ള അമലാണ് എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. ചെറിയ ചെറിയ സൽക്കർമ്മങ്ങൾ കൊണ്ട് വലിയ നേട്ടങ്ങൾ നേടിയെടുക്കാൻ കഴിയും. നല്ല നിയ്യത്ത് വെച്ചിട്ട് ഇതൊക്കെ കിട്ടണമെന്ന ആഗ്രഹത്തോടു കൂടി മനസ്സറിഞ്ഞ് ചൊല്ലുന്ന ആളുകൾക്ക് റബ്ബ് പാഴാക്കി കളയുകയില്ല. ഇതൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് സംശയത്തിന്റെ മുൾമുനയിൽ നിൽക്കുന്ന ആളുകൾക്ക് ചൊല്ലിയിട്ടും വലിയ കാര്യം ഉണ്ടാവൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഖൽബ് നൽകി അനുഗ്രഹിക്കട്ടെ.